നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മിന്നുന്ന വിജയമാണ് പാലക്കാട് നിന്ന് വരുന്ന വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ക്രൈം പുറത്തുവിട്ട ഇൻ്റലിജൻസ് റിപ്പോർട്ട് 100% സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ മാത്രം 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അട്ടിമറി ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പെരിയാരി പഞ്ചായത്ത് എണ്ണി തുടങ്ങിയതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 12,000-ലേക്ക് കുതിച്ചു കയറിയിരിക്കുന്നു. മാത്രമല്ല BJP 3-ാം സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയൊരു വിശേഷത കൂടി വന്നിരിക്കുകയാണ്. അതായത് 22,000-ൽ മേലെ വോട്ട് നേടിക്കൊണ്ട് ഇപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർ സരീൻ പെരിയാരി എണ്ണിക്കഴിഞ്ഞാൽ ചിലപ്പോൾ BJPയെ മറികടക്കും. തുടർന്ന് കണ്ണാടിയും മാത്തൂരും എണ്ണുമ്പോഴേക്കും അത് മാറും. ഇപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നു, എവിടെ പോയി നമ്മുടെ സുരേന്ദ്രൻ, ബഹിരാകാശത്താണോ, ഞാനിവിടെ താഴെ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല അടിച്ചുവാരി അദ്ദേഹത്തെ മാരാർജി ഭവൻ നിന്ന് അടിച്ചുവാരി ചാണകം തെളിച്ചാൽ മാത്രമേ, പടിയടച്ച് പിണ്ഡം വെച്ചാൽ മാത്രമേ BJP നന്നാകാൻ പോകണുള്ളൂ. ഒരിക്കലും അങ്ങനെ പടിയടച്ച് പിണ്ഡം വയ്ക്കരുത്. കാരണം BJP നശിച്ച് നാറാണത്ത് കല്ലെടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന ഇലക്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ, ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിലുണ്ടായ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K. സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടെന്നാണ്. നഗരസഭയിൽ ഇപ്പോൾ UDF ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം സന്ദീപ് എഫക്റ്റാണോ? എന്താ സംശയം? പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതിക്കൊടുത്ത ഈ BJPയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ. K. സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നത്. ആ പാർട്ടി രക്ഷപ്പെടും. ഞാൻ ഒരിക്കലും പറയില്ല. UDFന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകുന്നു. ഞാൻ നിസ്സാരക്കാരനാണ്. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. ഒരു പ്രതികാരവുമില്ല. ഞാൻ വളരെ നിസ്വാർത്ഥനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. ഞാൻ പാവപ്പെട്ടവനാണ്. ആരാ പറഞ്ഞത്? മലയാളിയല്ലേ പറഞ്ഞത്? ചേട്ടനോട് സ്നേഹം മാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രം.